إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون بالأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സത്വൃത്തരിൽ റബ്ബ് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ജീവിക്കാൻ, ഒരു മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിക്കാൻ തൗഫീക്ക് നൽകി എന്നത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണെന്നും ആ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ എന്നും, ഒരു സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം കണക്കെ ചെയ്യുന്നതെന്താണെന്നറിയാത്ത അവസ്ഥയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും, മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു അത് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കേണ്ടത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമയം, ആ സമയത്ത് ഉണർന്നുകൊണ്ടാവണമെന്ന്. തഹജ്ജുദ് എന്നത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമായി മാറണമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവിടെയും നാളെ പരലോകത്തിന് നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ ഉണർത്തുകയുണ്ടായി. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദുആ വളരെ അർത്ഥവത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതാണ് ആ പ്രാർത്ഥന. അൽഹംദുലില്ലാ, ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തിനാണ് അള്ളാഹിനെ സ്തുതിക്കുന്നത്? അഹ്യാന, ജീവിപ്പിച്ചവനാണവൻ. ആരെ? നമ്മളെ. ബഅദമാ അമാതന, ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ബഅദമാ നവ്വമന, എന്നെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറയാതെ, അങ്ങനെ പഠിപ്പിക്കാതെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതന, അള്ളാഹുവെ എന്നെ മരിപ്പിച്ചതിന് ശേഷം, എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹ് നിനക്കാണ് സ്തുതികളകലവും. വ ഇലൈഹിൻ നുശൂർ, നിന്റെ അടുക്കലേക്കാണ് ഞാൻ മടങ്ങി വരേണ്ടതുമെന്ന ആ ഒരു പരലോക ചിന്തയോടുകൂടി
അള്ളാനെ സ്തുതിച്ചുകൊണ്ട് ഒരു ദിവസത്തെ ജീവിതം ഒരു പ്രാർത്ഥനയോടെ തുടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി. എത്രയോ വാർത്തകൾ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു പോയിരിക്കുന്നു. ഉറക്കത്തിൽ മരണപ്പെട്ടു എന്ന്. അത് കൂടെ അടുത്ത് കിടന്ന ഭാര്യയാകാം, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഭർത്താവാകാം, ഭാര്യ അടുത്ത് കിടന്നിട്ടും അവൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഒരുക്കത്തോടു കൂടി ആവണം. എഴുന്നേക്കുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുമാവണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ 42-ാമത്തെ ആയത്ത്, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിലേക്ക് ചേർത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികുല്ലതീ ഖദാ അലൈഹൽ മൗത്ത്. അല്ലാഹ് എന്താ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ നഫ്സിനെ, അയാളുടെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ്. അല്ലാത്തതോ അള്ളാഹ് ഉറക്കിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ചിലതിനെ പിടിച്ചങ്ങ് വെക്കും. പിന്നെ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചു തരില്ല. വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, ചിലത് അള്ളാഹു തിരിച്ചു തരും അള്ളാഹ് കണക്കാക്കിയ ഒരു സമയം വരെ. എന്നിട്ട് റബ്ബ് പറയുന്നു: ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഓരോ ഉറക്കവും, ആ ഉറക്കിൽ നിന്നുള്ള എഴുന്നേൽക്കലും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് റബ്ബ് സുബ്ഹാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ മഹത്വവും അർത്ഥവും അറിഞ്ഞുകൊണ്ട് ചൊല്ലിയാവണം നമ്മുടെ ഓരോ ഉറക്കവും ഉണർവിലേക്ക് വരേണ്ടത്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, തഹജ്ജുദിന്റെ കാര്യം സൂചിപ്പിച്ചു. സുബഹി നമസ്കാരത്തിലേക്കാണ് ഒരു വിശ്വാസി പിന്നെ പോകുന്നത്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് സുബഹിയുടെ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബർക്കത്തുള്ള സമയം എന്ന് പറഞ്ഞ സമയമാണ്. ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും ഒരുപോലെ ബർക്കത്ത് ലഭിക്കുന്ന സമയമാണ് ഫജ്റിന്റെ സമയം എന്ന് ഹദീസുകളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലെ, നമ്മുടെ സ്വഭാവത്തിലെ, നമ്മുടെ മനസ്സിലെ മ്ലേച്ഛതകളെ ശുദ്ധീകരിക്കുന്ന, നിഷിദ്ധങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ പാപക്കറകളെ മായ്ച്ചു കളയുന്ന, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ചൈതന്യം ലഭിക്കുന്ന മഹത്തായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. ആ 5 നേരത്തെ ആരാധനാ കർമ്മമായ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സുബഹി എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജമാഅത്തായി നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു. ഒരാൾ ഇശ നിസ്കരിക്കുകയാണ്, പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിച്ചു എങ്കിൽ അവന് കിട്ടുന്ന എന്താണ്? അർദ്ധരാത്രി വരെ നമസ്കരിച്ചതിന്റെ പ്രതിഫലം. വമൻ സ്വല്ലൽ ഇശാഅ വൽ ഫജ്റ ഫീ ജമാഅത്തിൻ കാന ലഹു കഖിയാമി ലൈല. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. സുബഹിയും ഇശയും ഒരാൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ സുബഹി നമസ്കരിക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സെക്യൂരിറ്റി, ഒരു കാവലിൽ അവൻ പ്രവേശിക്കുകയാണെന്നാണ്. മാത്രമല്ല, സുബഹിയുടെ സുന്നത്ത് പോലും നിങ്ങൾ താമസിച്ചു പോയാൽ, മറന്നുപോയാൽ അത് നിങ്ങൾ മറക്കാതെ നമസ്കരിക്കണം എന്നാ പറഞ്ഞത്. അത് സൂര്യോദയം കഴിഞ്ഞിട്ടാണെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സുബഹിയുടെ സുന്നത്ത് നഷ്ടപ്പെടുത്തരുത് എന്നും, ഈ ദുനിയാവിൽ നിനക്ക് ലഭിക്കുന്ന സർവ്വതും അതിനേക്കാൾ മേലെയാണ് 2 റക്അത്ത് എന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിലെത്തി കൈകെട്ടി നമസ്കരിക്കുന്ന നമസ്കാരം മാത്രമല്ല പ്രതിഫലം, ഓരോ സ്റ്റെപ്പ് പള്ളിയിലേക്ക് വെക്കുമ്പോഴും ഒരു പാപം പൊറുക്കാൻ, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു പദവി ഉയരുകയാണ്. മാത്രമല്ല, ഒരു വിശ്വാസി പള്ളിയിലേക്ക് പോകുമ്പോൾ അവന്റെ മനസ്സിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവാചക വചനമുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൽ മക്തൂബ. ഒരാൾ വീട്ടിൽ നിന്ന് വുളൂഎടുത്ത് പള്ളിയിലേക്ക് നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം.
ഇഹ്റാം കെട്ടി ഹജ്ജിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു ഹാജിയുടെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. മുഹ്രിം എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാം കെട്ടി നിൽക്കുന്ന ഹാജി. ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച ഒരു ഹാജിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണോ അതാണ് വീട്ടിൽ നിന്ന് വുദുവെടുത്ത് പള്ളി ലക്ഷ്യമാക്കി ഫർള് നിസ്കാരം ലക്ഷ്യമാക്കി പോകുന്ന ഒരുവന് ലഭിക്കുന്ന പ്രതിഫലം. ഇതൊന്നും ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാവണം നമ്മുടെ പ്രഭാതം കടന്നു പോകേണ്ടത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആ സുബഹി കഴിഞ്ഞിട്ട് ഒരല്പനേരം ഇരുന്ന് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഒന്ന് മലക്കുകളുടെ സാന്നിധ്യമാണ്. മലക്കുകൾ പ്രത്യേകം സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് സുബഹിയുടെ സമയമാണ്. ആ സമയത്ത് ആ നമസ്കാരത്തിൽ ഒന്ന് ഖിറാഅത്തിനും അത് കഴിഞ്ഞുള്ള ഖിറാഅത്തിനുമൊക്കെ മലക്കുകൾ സാക്ഷ്യം വഹിക്കുകയും അവര് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഖുർആനിലായത്തുണ്ട്, അഖിമിസ്സലാത ലിദുലൂഖിശ്ശംസി ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. പ്രഭാത സമയത്തെ ഖുർആനിന്റെ പാരായണം അത് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തിരുന്ന് നമ്മൾ ഒരല്പം ഓതണം. ഒരു 15 മിനിറ്റ് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, നിയത്താക്കണം, മാറ്റിവെച്ചാൽ നമുക്ക് ഓതാൻ പറ്റുക അര ജുസാണ്. ഒരു ജുസ് ഓതാൻ അരമണിക്കൂറാവേണ്ടത്. അപ്പൊ അര ജുസ് ഓതുമ്പോ ഒരു പേജ് എടുത്താൽ വരിക 15 വരികളാണ് വിശുദ്ധ ഖുർആനില്. ഒരു വരിയിൽ പണ്ഡിതന്മാർ തന്നെ ഈ രൂപത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു വരിയിൽ വരുന്നത് 35 മുതൽ 45 വരെയുള്ള അക്ഷരങ്ങളാണെന്നാണ്. ഒരു പേജിൽ ഖുർആന്റെ ഒരു പേജ് നമ്മൾ ഓതുമ്പോ 500 മുതൽ 700 വരെ അക്ഷരങ്ങളുണ്ട് എന്നാണ്. അത് ശരാശരി നോക്കിയാൽ 600 അക്ഷരങ്ങൾ വരുന്ന ഒരു ഹർഫ് ഖുർആൻ ഓതുമ്പോ 10 പ്രതിഫലമാണ്. വിശ്വാസം പറഞ്ഞതുപോലെ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോ അത് 3 ഹർഫാണ്. ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പേജ് ഓതുമ്പോ, ഒരു പുറം ഓതുമ്പോൾ എത്രയാണ്? 600 അക്ഷരങ്ങൾ വരുന്നു. അതിനെത്രയാ പ്രതിഫലം ലഭിക്കുന്നത്? 6000 നന്മകളാണ് രേഖപ്പെടുത്തുന്നത്. അത് 15 പേജിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ ഒരു അര ജുസിലേക്ക് എത്തുമ്പോ എത്രയോ 10,000കണക്കിന് പ്രതിഫലമാണ് ഒരു കുറഞ്ഞ നേരം കൊണ്ട് നേരം വെളുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ നേടിയെടുക്കാനും മറ്റുമൊക്കെ സ്വഹാബികൾ വല്ലാതെ പരിശ്രമിച്ചിരുന്നു, താബികൾ ശ്രമിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ ഒരു പ്രവാചക വചനമുണ്ട്. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് മദീനക്കടുത്തുള്ള 2 സ്ഥലങ്ങളാണ്, ഒന്ന് ബുത്ഹാൻ, മറ്റൊന്ന് അത്തീഖ് എന്ന് പറയുന്ന മദീനയിൽ നദി വിദൂരമല്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പൊ സ്വഹാബത്തിനൊക്കെ വിളിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ബുത്ഹാനിലേക്ക് പോവാൻ, അവിടെ തോട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തീഖിലേക്ക് പോവാൻ, അവിടെ എത്തിയാൽ നിങ്ങൾക്ക് നല്ല ഉഷാറുള്ള ആരോഗ്യമുള്ള ഒട്ടകത്തെ തരാമെന്നൊരാൾ പറയാണ്, ഫ്രീ ആയിട്ട് തരാമെന്ന്. നിങ്ങളത് പോയി വാങ്ങുമോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബികളൊക്കെ പറഞ്ഞു, നബിയെ ഞങ്ങൾ പോകും, ഞങ്ങളെ ഒട്ടകത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരൊട്ടകത്തിന് നിങ്ങളുടെ മനസ്സിലുള്ള വില എത്രയാണ്, മൂല്യം എത്രയാണ്, അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദി, നിങ്ങളൊക്കെ പള്ളിയിലേക്ക് രാവിലെ പോകുന്നവരാണ്. ഫയതഅല്ലമു ഔ യഖറഉ ആയത്തൈനി മിൻ കിതാബില്ലാഹ്, അങ്ങനെ നിങ്ങൾ പോയിട്ട് അള്ളാന്റെ കിതാബ് എന്നൊരു 2 ആയത്തോത്, അല്ലെങ്കിൽ ഒരു 2 ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇരുന്ന് വായിച്ചു പഠിക്കുക. എങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, ഫ്രീ ആയിട്ട് 2 ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ കൂലി നിങ്ങൾക്ക് കിട്ടും. വസലാത്തുൻ ഖൈറുൽ ലഹു മിൻ സലാത്ത്, 3 ആയത്തോതിയാൽ 3 ഒട്ടകത്തിന്റേത്. വഅർബഉൻ ഖൈറുൽ ലഹു മിൻ അർബഅ, 4 ആയത്തോതിയാൽ 4 ഒട്ടകത്തെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം. ആയത്തുകളുടെ എണ്ണം എത്ര കൂടുന്നോ അത്ര കണ്ട് പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഈ പ്രതിഫലങ്ങളൊക്കെ നേടണം, ലഭിക്കണം എന്റെ ഈ നൈമിഷികമായ ജീവിതത്തിനിടയിൽ എന്ന ചിന്തയോടുകൂടിയാവണം നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സുബഹിയുടെ ജമാഅത്തായിട്ടുള്ള നമസ്കാരവും അതിനുശേഷം ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയുമാണ് ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ, പഠിപ്പിച്ചതുപോലെ പ്രഭാതം കഴിഞ്ഞാൽ, സുബഹി കഴിഞ്ഞാലുള്ള ദിക്റുകൾ, വൈകുന്നേരമായാൽ അസ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിനിടയിൽ നടത്തുന്ന ദിക്റുകൾ, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ്. നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന സെക്യൂരിറ്റി അല്ലെ, Z കാറ്റഗറിയും അങ്ങനെ തുടങ്ങി വണ്ടികളും പട്ടാളവും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു വിശ്വാസിക്ക് ഏറ്റവും നല്ല സംരക്ഷണം നൽകുന്ന ഒന്നാണ് രാവിലെയും വൈകിട്ടും ചൊല്ലുന്ന ദിക്റുകൾ എന്നതാണ്. ഒരുപാട് ഫദ്ലുകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റുകൾ മറക്കരുത്. നമ്മുടെ ഫോണുകളിലൊക്കെ PDF ആയിട്ട് ലഭിക്കും, അത് നോക്കി ചൊല്ലാം. കാണാതറിയുന്നവർക്ക് കാണാതെ ചൊല്ലാം. ആ ദിക്റുകൾ നമ്മൾ മറക്കരുത്. ഈ അദ്കാറു സബാഹ് വൽ മസാ എന്ന് പറയുന്ന പ്രഭാത പ്രദോഷ ദിക്റുകൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബിനോട് നമ്മളതിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന വിപത്തുകൾ, പ്രയാസങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നുള്ള എല്ലാ വിഷയങ്ങളിലുള്ള കാവൽ ചോദിക്കൽ, ഇസ്തിആദത്ത് ആ ദിക്റുകളിൽ വരുന്നുണ്ട്. അത് മനസ്സിലാക്കി ചൊല്ലണം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞത്, അദ്ദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാഇ ലിസ്സമക് എന്നാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിന് ദിക്ർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനിന് വെള്ളം എത്രമാത്രം പ്രധാനമാണ്. കടലിലുള്ള വെള്ളത്തിലുള്ള ഒരു മീനിനെടുത്ത് കരക്കേക്കിട്ടാൽ അത് പിടയ്ക്കും എന്നതുപോലെ ദിക്ർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതുപോലെ അതിപ്രധാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രഭാത പ്രദോഷ ദിക്റുകളും നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുകളും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളും ഇതൊക്കെ ശ്രദ്ധിച്ചു ചൊല്ലിയാൽ ഒരു പ്രത്യേകമായ പദവി അവർക്ക് ലഭിക്കുന്ന ദിക്റൻ കസീറ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹിനെ ഒരുപാട് ഓർക്കുന്ന ഒരു വിഭാഗം. ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അള്ളാഹു എണ്ണിയ ആ പദവിയിൽ അവർ എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ ഈ ദിക്റുകളെ അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അതുകൊണ്ട് ദിക്റുകൾ, പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തഹജ്ജുദ്, സുബഹി, ഖിറാഅത്ത്, ഈ ദിക്ർ, ഇതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന ഇബാദത്താണ്. രാവിലെ അങ്ങോട്ടാകുമ്പോഴേക്ക് എത്രയോ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആവണം ഒരു വിശ്വാസിയുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അശ്രദ്ധമായി വിട്ടുകളയാതെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ മഹിത ഗുണമായി ഖുർആൻ പറഞ്ഞത് സമിഅന വഅതഅന. ദീനിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടാൽ അത് കേട്ടിട്ടല്ല ഇതനുസരിച്ച് ജീവിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാകും. എന്നാൽ ആ ഒരു ഈമാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരത് കേൾക്കും, അവരത് വിട്ടുകളയും എന്നുള്ളതാണ്. അപ്പൊ സമിഅന വഅതഅന എന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാനാവണം നമ്മുടെ പരിശ്രമം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. എത്ര ചെറിയ നന്മകൾ ചെയ്യുമ്പോഴും അതിനെ ഏറ്റവും പ്രതിഫലാർഹമാക്കുന്നത് നമ്മുടെ നിയ്യത്താണ്. ഒരു വലിയ നന്മ ചെയ്തിട്ട് നമ്മുടെ നീയത്ത് ചെറുതാണ് എങ്കിൽ ആ നന്മയുടെ പ്രതിഫലം കുറഞ്ഞു പോകും. ഒരു ചെറിയ നന്മ ചെയ്തിട്ട് നമ്മുടെ നീയത്ത് വലുതാണ് എങ്കിൽ ആ നന്മയ്ക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. നീയത്തുകളെ വിശാലമാക്കിക്കൊണ്ടും അറിഞ്ഞുകൊണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. മംഗഫ് ഏരിയയിൽ ഉള്ള നമ്മുടെ ഒരു സഹോദരൻ അലി അക്ബർ കയുടെ ഉപ്പ തീരെ സുഖമില്ലാതെ ആശുപത്രിയിൽ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഉപ്പാക്ക് എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ വിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾ, മാതാപിതാക്കൾ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പാപങ്ങളെ പുറത്തു കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം റബ്ബ് അവർക്കും നമുക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.